ബിഗ് ബോസ് മലയാളം സീസൺ 7 35 ദിവസം പിന്നിട്ടപ്പോഴും ഒരു സ്പാർക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് അവിടെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ താരതമ്യേന മറ്റ് സീസൺസ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സീസണിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്പാർക്ക് ഒന്നും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ സീസണിന്റെ അവസാനം വരെ നിൽക്കാൻ സാധ്യതയുള്ള കുറച്ച് കണ്ടസ്റ്റൻസിന്റെ പേരാണ് ഈ പറയുന്നത്. ആദ്യത്തെ തന്നെ അനീഷാണ്. ആദ്യത്തെ 2 ആഴ്ച നല്ല ഫയർ ആയിട്ട് തന്നെയായിരുന്നു. രണ്ടാമത്തെ ആഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഒന്ന് കുടഞ്ഞപ്പോഴേക്കും പുള്ളിയുടെ ഫ്യൂസ് അങ്ങനെ പോയി. പക്ഷെ പുള്ളി നന്നായിട്ട് കളിക്കണം, കാരണം പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ട്. അപ്പം നന്നായിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ കപ്പ് വരെ വിൻ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. രണ്ടാമത്തെ കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് അനുമോളാണ്. പുള്ളിക്കാരിക്ക് ഒരു റിയാലിറ്റി ഷോ എന്നതിലുപരി ഇതൊരു റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കുറച്ച് ഉണ്ടാക്കി കൂട്ടിയിട്ടുള്ള കോണ്ടന്റ് ഒക്കെ ആയിട്ട് പോകുന്ന പോലെയാണ് പുള്ളിക്കാരിയുടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് കണ്ടിരിക്കുന്നത്. പക്ഷെ സപ്പോർട്ട് ഉണ്ട് പുറത്ത്, നെഗറ്റീവായാലും പോസിറ്റീവായാലും അവസാനം വരെ നിൽക്കും. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ജിസേലാണ്. ജിസേലിൻ്റെതായ രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. അത് വേറെ തന്നെ ഒരു സ്റ്റൈലാണ്. പുള്ളിക്കാരി ഇതിന് മുൻപും റിയാലിറ്റി ഷോസിന് പോയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അറിയാം ഇതിൻ്റെ ഒരു പൾസ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അവിടെ തന്നെ പിടിച്ച് കളിക്കുന്നുണ്ട്. നാലാമത്തേത് അക്ബറാണ്. ഗെയിമിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ആവശ്യമില്ലാത്തത് സംസാരിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ട് നടക്കുന്നതിന് പകരം ഒറ്റയ്ക്ക് ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം വരെ നിൽക്കാൻ സാധ്യതയുള്ള മറ്റൊരു കണ്ടസ്റ്റന്റ് ആണ്. അഞ്ചാമത്തെയും ആറാമത്തെയും ആദിലയും നൂറയാണ്. ആദില മിണ്ടാതിരുന്ന് വീക്ഷിച്ച് ഓരോരുത്തർക്കെതിരെ ഗെയിം കളിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. എന്നാൽ നൂറ സംസാരിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ വായ അടപ്പിക്കാൻ കഴിവുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. അത് ഇങ്ങനത്തെ ഒരു ഷോയിൽ അത്യാവശ്യമാണ്. ഏഴാമത്തെ നെവിനാണ്. നെവിൻ്റെതായ ഒരു സ്റ്റൈലാണ് ഗെയിം കളിക്കുന്നതിന്. ഒരു കുറച്ച് സർക്കാസം, കുറച്ച് ഹാസ്യം, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ്റെ ഒരു ഗെയിം പോകുന്നത്. അത്യാവശ്യം നല്ല ഫാൻ ബേസും സപ്പോർട്ടും തന്നെയുണ്ട് പുറത്ത്. നെവിനും അവസാനം വരെ നിൽക്കുന്നതിന് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ എട്ടാമത്തെന്ന് പറയുന്നത് ഷാനവാസാണ്. ഷാനവാസ് ആദ്യം വന്നപ്പോഴൊക്കെ നല്ല ഫയറായിട്ട് നിന്നിരുന്ന ഒരാളാണ്. പക്ഷെ പിന്നീട് പുള്ളിക്കാരൻ്റെ ഗ്രാഫ് അങ്ങനെ താന്ന് പോയി. പക്ഷേ പുള്ളിക്കാരൻ നന്നായി കളിക്കണം, അവസാനം വരെ നിൽക്കാൻ പറ്റുന്ന മറ്റൊരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. എട്ടാമതെന്ന് പറയുന്നത് വൈൽഡ് കാർഡ്സിൽ വന്ന ലക്ഷ്മിയാണ്. ലക്ഷ്മിയും അത്യാവശ്യം മറ്റു കണ്ടസ്റ്റൻസിനെതിരായിട്ട് കളിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഇവർ തന്നെയാണോ അതോ മറ്റു കണ്ടസ്റ്റൻസ് ആണോ അവസാനം വരെ നിൽക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.